വന്ദേ ഗുരുനാം ചരണാരവിന്ദേ സന്ദർശിതസ്വാത്മസുഖാവബോധേ ജനസ്യ യേ ജാംഗുലികായമാനേ അജ്ഞാനതിമിരാമരമഃ ഓം ഹസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതംഗമയ യോ വേദാദോ സ്വയം പ്രോക്തോ വേദാന്തേ ച പ്രതിഷ്ഠിതഃ തസ്യ പ്രകൃതിഃ ലീനസ്യ യത്പരസ്സ മഹേശ്വരഃ ഓം ശാന്തി ശാന്തി ശാന്തിഃ ഹരിഃ ഓം തത്സത്. സ്വാഗതം ആശംസിക്കുന്നതിന് ശ്രീ മുരുകൻ ജി അധ്യക്ഷൻ, കുട്ടമൈത്രി ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ സാംജോ സാറ്, നമുക്ക് ഇന്നിവിടെ ആധ്യാത്മിക പ്രഭാഷണം നടത്തുവാനായി എത്തിയിട്ടുള്ള സ്വാമിജി, നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ സ്വാഗതം പറയേണ്ടിയിരുന്നത് അമൃത ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം ഒരു സപ്താഹ വേദിയിലാണ്. ഉടൻ തന്നെ ഏറ്റവും മുൻകാലിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. താമസം വന്നു തോന്നുന്നു. അദ്ദേഹം ഉടൻ തന്നെ എത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇന്നത്തെ ഈ യോഗത്തിലെ ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ അധ്യക്ഷൻ കൂടിയായ ശ്രീ സാംജോ സാറുകൾക്കാണ്. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിലെ പ്രധാനമായും നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത് സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിനെ നമ്മുടെ ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഒന്നാമതായി കുമാരി ഗായത്രിക്ക് ഈ വർഷത്തെ ആലപ്പുഴ ജില്ലയിലെ നാടോടി നൃത്തത്തിനും മറ്റു മൂന്നാല് ഐറ്റംസ് ഉണ്ടായിരുന്ന എല്ലാത്തിലും ഒന്നാം സ്ഥാനം കിട്ടുകയാണ്. നമ്മുടെ ട്രസ്റ്റിൻ്റെ മെമ്പർ കൂടിയായ സുനിലിൻ്റെ മകളാണ്. അപ്പം സംപൂജ്യ സ്വാമിജി ശ്രീ ഉദിത് ചൈതന്യജി, ബഹുമാന്യ ഡോക്ടർ ശ്രീനിവാസഗോപാൽ, മറ്റ് സഹപ്രവർത്തകരെ, സദസ്യരെ, വൈദ്യര് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് 12 വർഷം കഴിയുകയാണ്. കുട്ടൻ വൈദ്യരുടെ നാമധേയത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ട്രസ്റ്റിൻ്റെ പ്രവർത്തനം ഇന്നും അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം കണ്ട ഒരു സംഘം ആൾക്കാരുടെ പ്രവർത്തനം കൊണ്ടാണ് അതിന്നും മുന്നോട്ട് പോകുന്നത്. ഇന്നും അതേ തരത്തിൽ തന്നെ 12 വർഷമായിട്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. ഹരിപ്പാട് ആധ്യാത്മിക പ്രസ്ഥാനത്തിന് വളരെയധികം മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം എന്തുകൊണ്ട് സമൂഹ സേവയ്ക്ക് ആധ്യാത്മിക പ്രവർത്തനം ആണ് ഏറ്റവും ഉചിതമെന്ന് തോന്നിയത് അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, സമാജത്തിൻ്റെ നിലനിൽപ്പിന് ആധ്യാത്മികതയില്ലാതെ ഒരു പ്രസ്ഥാനവും നിലനിൽക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആധ്യാത്മികതയ്ക്ക് മികവ് കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ച മേഖലയിൽ മാത്രമേ ആൾക്കാരെ ഉന്നതിയിലേക്ക് നയിക്കാൻ പറ്റൂ. വൈദ്യരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സ ഫലിക്കണമെങ്കിലും അതിനൊരു ആധ്യാത്മികമായ അടിത്തറ ഉണ്ടാകണമെന്ന് അദ്ദേഹം പല പ്രാവശ്യം എന്നോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ധാരാളം ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ, അത് ശ്രീ രവിശങ്കറിൻ്റെ ആർട്ട് ഓഫ് ലിവിങ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ബ്രഹ്മശ്രീ ബ്രഹ്മകുമാരീസ്, സഹജമാർഗം മുതലായ പ്രസ്ഥാനങ്ങളൊക്കെ ഇന്നിവിടെ നിലനിന്ന് പോകുന്നത് കുട്ടബുദ്ധിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ്
വേദം പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ആദ്യമായിട്ട് ഈ ഹരിപ്പാട് ദേശത്ത് അതിനൊരു സംവിധാനം ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് വഴിയാണ്. അതും ഇവിടെ നിലനിന്ന് പോകുന്നുണ്ട്. അദ്ദേഹത്തിനെ അനുസ്മരിക്കുന്നതിന് അദ്ദേഹത്തിനോടുള്ള ചില അനുഭവങ്ങൾ വളരെ അദ്ദേഹത്തിനൊപ്പം കുറച്ചു കാലം ഒരു സാനിറ്റോറിയത്തിൽ കഴിയേണ്ടി വന്ന 2 സന്ദർഭങ്ങളാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. കണ്ണൂർ തളിപ്പറമ്പ അവിടെ ഒരു ആശ്രമത്തിൽ അല്ലെങ്കിൽ അവിടെ ഒരു സാനിറ്റോറിയത്തിൽ ഞങ്ങൾ താമസിക്കുന്ന അവസരത്തിലുണ്ടായ അനുഭവങ്ങളാണ്. ഞാൻ അവിടെ ഒരു ചികിത്സയ്ക്കായിട്ട് അവിടെ പോയി അഡ്മിറ്റായ സമയത്ത് അദ്ദേഹത്തിനും ചികിത്സ നടക്കുകയാണ്. അപ്പം അദ്ദേഹത്തിനും അവിടെ പ്രകൃതി ചികിത്സ അനുഷ്ഠിക്കണം എന്നുള്ളതുകൊണ്ട് അവിടെ വരാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ ആദ്യത്തെ നാളുകളിൽ വന്നില്ല. അതിനുശേഷം വരുന്നെന്ന് പറഞ്ഞ് വന്ന് അവിടെ ഒരു 10 ദിവസം താമസിക്കുകയുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് പോയതിൻ്റെ പ്രധാന ഉദ്ദേശം അദ്ദേഹം എനിക്ക് കൂട്ടുവന്നതാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉപവാസം, ഞങ്ങൾ എല്ലാവരും അവിടെ ഉപവാസത്തിലാണ്. 10 ദിവസം അദ്ദേഹം ഉപവസിക്കാനാണ് വന്നത്. അതെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം അവിടെ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ 10 ദിവസം കൊണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഓരോ ആൾക്കാരും ആ സാനിറ്റോറിയത്തിലുണ്ടായിരുന്നത് 10-40 ആൾക്കാരുണ്ട്. അവരെല്ലാവരെയും പ്രത്യേകം പോയി കണ്ട് അവരുടെ ഓരോരുത്തരുടെയും സുഖം ഓരോ അന്വേഷിച്ച് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും വൈദ്യരെന്നുള്ള തലത്തിലുള്ള നിർദ്ദേശങ്ങളും കൊടുത്ത് അവരെ സുഖപ്രാപ്തിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഏറ്റവും കൂടുതൽ നടത്തിയിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രകൃതി ചികിത്സാ രംഗത്ത് കുറച്ച് പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനത് കുറച്ച് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഓരോ ആൾക്കാരെയും വിളിച്ച് എൻ്റെ മുറിയിലോട്ട് കൊണ്ടുവരും. ഇവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പല പ്രാവശ്യമായപ്പോൾ ഞാൻ പറഞ്ഞു വൈദ്യര് ഉപവാസത്തിലാണ്. ദിവസം അവർ 4 ഗ്ലാസ് വെള്ളമാകരുത്, ബാക്കി ആവശ്യത്തിന് പച്ചവെള്ളം കുടിച്ച് കഴിയുകയാണ്. ഈ 10 ദിവസം ഉപവസിക്കുന്ന ആളിൻ്റെ പ്രവൃത്തി ഇതാണ്. അപ്പോൾ ഞാൻ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ പുള്ളിയെ വഴക്ക് പറയാനേ ഒരു നീരസം ഞാൻ പ്രകടിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഇപ്പം എന്നെ ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടാകുമെങ്കിലും ഉണ്ടായിക്കോട്ടെ. ഇവിടെ ഞാൻ നീരസം പ്രകടിപ്പിച്ചപ്പോൾ എന്നോട് ഉണ്ടാകാതിരിക്കും കുട്ടിയെപ്പോലെ. അത് കഴിഞ്ഞ് പിറ്റേന്ന് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യും. അവസാനം 10 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് മടങ്ങിപ്പോരുകയുണ്ടായി. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് നാട്ടിൽ പലർക്കും ഈ ചികിത്സയുടെ ആവശ്യമുണ്ട്, എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. സമൂഹത്തിൽ ആർക്കും എന്തും നന്മ ചെയ്യാനുള്ള ഒരു മനസ്സ് അത് വളരെ വലുതാണ്. അതുപോലെ തന്നെ ചില സമയത്ത് വളരെ കുട്ടിത്തത്തോടു കൂടി പെരുമാറുന്ന കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നവർക്ക് വർക്കല ഒരു സാനിറ്റോറിയത്തിൽ പുള്ളി 10 ദിവസം ചികിത്സയ്ക്ക് പോയി. അപ്പോൾ അവിടെയും ഇതുപോലെ ഉപവാസം കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു വരുമ്പോൾ നല്ല ആരോഗ്യമാണ്. ഈ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിളിച്ചു, ഞാൻ ഇത്രാം തീയതി ഡിസ്ചാർജ് ചെയ്യാണ്, ഞാൻ പുറപ്പെടുകയാണ്, വരണം എന്ന് പറഞ്ഞു. ഞാൻ ഇമ്മീഡിയറ്റ് അവിടെ എത്തി. പുറപ്പെടുമ്പോൾ ഏറ്റവും വലിയ ആവശ്യം എനിക്ക് മസാല ദോശ തിന്നണം, വളരെ അത്യാവശ്യമാണ്, നിർബന്ധം പിടിച്ചു. ഞാൻ പറഞ്ഞ ഉപവാസമൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ്, മസാല ദോശ തിന്നേ പറ്റും. പിന്നെ അവിടെ ഒരു ഹോട്ടലിൽ എനിക്കറിയാവുന്നൊരു നല്ല ഹോട്ടലുണ്ട്, അവിടെ പോയി മസാല ദോശയൊക്കെ കഴിച്ചു. എന്നിട്ടോ ആ മസാല ദോശ കഴിച്ചിട്ട് പാക്കറ്റിൽ വാങ്ങി വയ്ക്കുകയാണ്. അവിടെ പോകുമ്പോൾ ഇന്ന കുട്ടികൾക്ക് ഞാൻ കഴിച്ച മസാല ദോശ കൊടുക്കണം. അതുകൊണ്ട് ഈ ഒരു മനസ്സിൻ്റെ ഉടമയെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. നമുക്ക് ഭദ്രദീപം തെളിക്കലാണ് അടുത്ത ചുമതല. നമുക്ക് ശ്രീ തരകൻ സാറാണ് ഭദ്രദീപം കൊളുത്താൻ എത്താമെന്ന് സമ്മതിച്ചിരുന്നത്. അദ്ദേഹം എത്തിയിട്ടില്ല. നമുക്ക് ഡോക്ടർ ശ്രീനിവാസ ഗോപാൽ തന്നെ അദ്ദേഹം ആ കർമ്മം നിർവഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ അനുസ്മരണ പ്രഭാഷണത്തിനായി ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ഒരു സംപൂജ്യനായ സ്വാമിജി നമുക്ക് ഒരന്യനല്ല. ഹരിപ്പാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2-3 ദശകങ്ങളായി ഈ ഹരിപ്പാടിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ പല സമയത്തും വെളിച്ചം പകർന്നു തന്നിട്ട് നമ്മളെ അനുഗ്രഹിച്ചു പോയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഭക്തിയോടുകൂടി സ്വാമിജിയെ ഞാൻ വണങ്ങുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടമ്പയത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ നിമിഷത്തിൽ കുട്ടമ്പയത്തിനെ ഓർക്കുക, അതിൻ്റെ കുട്ടമ്പയത്തിൻ്റെ മഹാത്മ്യങ്ങളെ പറയാൻ വേണ്ടിയല്ല. കാര്യം എന്താ പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കുട്ടമ്പയത്തിൻ എന്താണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ കുട്ടമ്പയത്തിനെ ഓർക്കുമ്പോൾ നമുക്ക് വളരെ പ്രധാനമായ കാര്യങ്ങളുണ്ട്. എന്നിപ്പോൾ സ്വാമിജി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ആധ്യാത്മികതയും വൈദ്യശാസ്ത്രവും എങ്ങനെ യോജിപ്പിക്കാവുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുട്ടമ്പയത്തിൽ തന്നെ. വൈദ്യൻ എങ്ങനെ ആധ്യാത്മികതയെ യോജിപ്പിക്കാൻ ശ്രമിച്ചു ഈ വൈദ്യശാസ്ത്രമായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതൊരു അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തെ ഒരു ലിവിങ് എക്സാമ്പിളായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ചൈതന്യം ഇവിടെ നടന്നു നിൽക്കുകയാണ്. ഏറ്റവും അദൃശ്യമായ ആ ചൈതന്യം ഹരിപ്പാട്ടിൽ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അറിയുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ. ഒരു
പ്രസ്ഥാനം കൈകാര്യം ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മളെ നേരിടുന്നത്. ഒന്നൊരു വ്യക്തി, സമൂഹം, 3 പ്രകൃതി. ഇതിൻ്റെ 3 കൂടെയുള്ള സമന്വയമാണ് ഈ പ്രസ്ഥാനത്തിൽ ജീവസുറ്റായി നിൽക്കുന്നതും ചൈതന്യവത്തായി നിൽക്കുന്നതും ഇതിൻ്റെ സമന്വയമാണ്. ഇതിൽ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ശരീരം തന്നെയാണ്. ആ ശരീരത്തിലാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. ആ ശരീരത്തിൽ തന്നെയാണ് നമ്മുടെ ചൈതന്യം ഇരിക്കുന്നത്. ബാക്കി എന്തിരുന്നാലും ശരി, ശരീരത്തോളം പ്രകടമല്ല ഒന്നും തന്നെ. എല്ലാം അദൃശ്യമായി നടക്കുന്നു, അശരീരിയായി നടക്കുന്നു. മനസ്സുൾപ്പെടെ നമ്മുടെ ആധ്യാത്മികത ഉൾപ്പെടെ എല്ലാം അശരീരിയായിട്ടാണ്. വളരെ കുറച്ച് മാത്രമേ ശരീരമായി നടക്കുന്നു. അതിലൊരു നല്ല ശതമാനം നമ്മളുടെ ഉള്ളിലാണ്. ആ ഉള്ളിലിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ശരീരം ഉണ്ടായിരിക്കണം. ആ ശരീരം ആരോഗ്യമുള്ളതായിരിക്കണം. ആ ശരീരത്തിനകത്ത് തടസ്സങ്ങളൊന്നുമില്ലാത്ത മനസ്സുണ്ടായിരിക്കണം. ശുദ്ധമായ ഒരു മനസ്സുണ്ടായിരിക്കണം. പിന്നുള്ളത് അവിടെ അവസാന നിമിഷം വിശ്വാസം എടുക്കുന്നിടം വരെ ഈ മനസ്സുമായി ഈ ശരീരമായും സൗഹൃദം പുലർത്തുന്ന ഒരു ജീവനുണ്ടായിരിക്കും. ഏറ്റവും കൂടിയ അനന്യമായ ഒരു സുഹൃത്താണ് ജീവൻ എന്ന് പറയുന്നത്. അവസാന നിമിഷം എല്ലാം പോയി കഴിയുമ്പോൾ മാത്രമേ നമ്മളെ കൈവിട്ടു പോകുള്ളൂ. അവസാനം വരെ നോക്കി നിൽക്കുന്നതാണ് ഈ ജീവൻ. ഈ ജീവനെ നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ കൂടെ അല്ലെങ്കിൽ ആധുനിക മെഡിസിനിൽ കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജീവനെ എന്തോ ഒരു ഖരപദാർത്ഥമായിട്ട് നമുക്ക് തോന്നും. കൈകാര്യം ചെയ്യുമ്പം ഈ ജീവൻ ഒരു വസ്തുവാണ്. അത് നമുക്ക് തൊട്ട് അറിയാവുന്നൊരു വസ്തുവാണോ ഇതുവരെ കൈകാര്യം ചെയ്തു വരുന്നുണ്ട്. കരിയിടാന്ന് പറഞ്ഞാൽ ഈ ഖനീഭവിക്കുക അല്ലെങ്കിൽ സ്ഫടികവൽക്കരിക്കുക എന്ന് പറയുന്നത് ശീലങ്ങളുടെ ഭാഗമാണ്. നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ കൂടുതൽ ഇടപെട്ട് വരുന്ന സമയത്ത് അത് ഖനീഭവിച്ചു പോകും. പക്ഷെ അതിനൊരു ചൈതന്യം ഉണ്ടെന്നുള്ള കാര്യം കിട്ടും. കാര്യം നമ്മുടെ ഏറ്റവും നന്ദിയോട് കാണിക്കുന്നത് നമ്മുടെ ജീവനോടാണ്. അവസാന നിമിഷം വരെ നമ്മളുടെ കൂടെ ഇരിക്കുന്ന സുഹൃത്താണ്. മനസ്സൊക്കെ ഇടയ്ക്ക് കൈവിട്ടു പോകും. ഈ ലോകമാകെ കറങ്ങിപ്പോകും. ശരീരവും നാടുകളെ കറങ്ങും. പക്ഷേ ആ ചൈതന്യം ഇരിക്കുന്ന ജീവനിലാണ്. ആ ജീവൻ അങ്ങനെ വിട്ടുപോകാൻ പറ്റില്ല. ഇതിന് അവസാന നിമിഷം വരെ ഇതിൻ്റെ കൂടെ സൗഹൃദം നിലനിർത്തിക്കൊണ്ടാണ്. ഈ ജീവനെ ഏത് രീതിയിൽ നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ആധ്യാത്മികതയുടെ പ്രാധാന്യം. അത് ചൈതന്യം എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് അത് പ്രകടമാകുന്ന ഒരു കരിഷ്മ എന്ന് പറയുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മലയാളത്തിൽ അത് അത്രയും ശരിയാകുന്നില്ല. മലയാളത്തിൽ പറയുമ്പോൾ ചൈതന്യം എന്ന് തന്നെ പറയുമ്പോഴേ ശരിയാകുള്ളൂ. ആ ചൈതന്യം നമ്മളിൽ നിൽക്കുന്നത് ഈശ്വരീയമായിട്ടാണ്. ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കത്തിൽ പെടുന്നവർ പോലും ആ ചൈതന്യം എന്നുള്ളതിനകത്ത് തർക്കമൊന്നുമില്ല. അത് നിഷ്തർക്കമായിട്ടത് ഇങ്ങനെ വന്നുകൊണ്ടേ. കാര്യം നമ്മുടെ ജീവിതത്തിലെ 99% ഈ ചൈതന്യത്തിൽ കൂടെയാണ് നടക്കുന്നത്. ഒരു ശതമാനം മാത്രമേ നമ്മുടെ ശരീരം കൊണ്ട് നടക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഖരമായിട്ട് നടക്കുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അനാഹതമായിട്ടാണ്. ആ സ്ഥിതിയിൽ ചൈതന്യത്തിനാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതിനെ ചൈതന്യവത്കരിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരനാണ് അവിടെ കുടികൊള്ളണം.
ഈശ്വരനെ കുടികൊള്ളണമെന്ന് പറയുമ്പോൾ ഉണ്ട് ഇല്ല എന്നുള്ള രണ്ട് തരത്തിലുള്ള അംശങ്ങളുണ്ട്. എക്സിസ്റ്റൻസ് ഓഫ് നോൺ എക്സിസ്റ്റൻസ്. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കമാണ് ഈ ലോകത്ത് നടക്കുന്ന തർക്കങ്ങളുടെ ഏറ്റവും വലുത്. രണ്ട് തർക്കം, ഒന്നുണ്ട് ഒന്നില്ല. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇല്ല എന്നുള്ളത് വരുന്നുള്ളൂ. ആ സ്ഥിതിക്ക് ചൈതന്യം ഉണ്ട് എന്നുള്ളതിന് പ്രത്യേക തെളിവുകളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. അതുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഈ ഉണ്ട് എന്നുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അത് എവിടെ ഉണ്ട് എന്നുള്ള ഒരു ചോദ്യം വേണം. അതിരിക്കാനൊരു സ്ഥലം വേണം. അത് നമ്മുടെ ജീവനിലാണോ, നമ്മുടെ മനസ്സിലാണോ, നമ്മുടെ ശരീരത്തിലാണോ? ഇത് ഏത് രീതിയിൽ നമ്മൾ ഈ മൂന്നെണ്ണത്തിനെ കൈകാര്യം ചെയ്യുന്നോ, അതിനെ മനസ്സിലാക്കുന്നോ, ആയിത്തീരുന്നോ, അതനുസരിച്ചിരിക്കും എവിടെ ഇരിക്കുന്നു എന്നുള്ളത്. ആ ചൈതന്യം നമ്മുടെ ശരീരത്തിലിരിക്കും, മനസ്സിലിരിക്കും, ജീവനിലിരിക്കും. ഇത് പൂർണ്ണമായും യോജിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി, സമൂഹം, പ്രകൃതി, ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മളുടെ വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ കുറേ നാൾ കഴിയുമ്പം ഓരോന്നും വ്യത്യസ്തമായി ഓരോന്നിനെയും വേർതിരിച്ച് കാണും. ആ വേർതിരിച്ച് കാണുന്നതിന് നമുക്ക് ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പ്രകടമായ വൈരുദ്ധ്യം സ്പെഷ്യലൈസേഷനാണ്. നമ്മളൊരു മനുഷ്യനെയല്ല ചികിത്സിക്കുന്നത്, ഒരു ഹാർട്ടിനെ ആയിരിക്കും ചികിത്സിക്കുന്നത്, ഒരു അവയവത്തെ ആയിരിക്കും ചികിത്സിക്കുന്നത്, അല്ലെങ്കിൽ അവസാനം എഴുതുന്ന മനസ്സിനെ ആയിരിക്കും സൈക്യാട്രിക് ചികിത്സിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഓരോന്നിനെയും സ്ഫടികവൽക്കരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഹാർമണി അല്ലെങ്കിൽ അതിൻ്റെ ആ വ്യാപകമായ ആ ഏകത്വം നഷ്ടപ്പെട്ടു. ആ ഏകത്വമാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് വ്യക്തിയും സമൂഹവും പ്രകൃതിയുമായി ഒന്നിച്ചിരിക്കുന്നു. ഹോളിസ്റ്റിക് എന്ന ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്. അത് എത്രത്തോളം അത് പ്രകടമാക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഇതിനെ അറിയുമ്പോൾ ഈ മൂന്നും കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ മാത്രമേ ആ ഹാർമണിയിലെത്തി വരും, ആ സമന്വയത്തിൽ വരത്തുള്ളൂ. ആ സമന്വയത്തിലാണ് ഈ മൂന്നിലുമാണ് ചൈതന്യം ഇരിക്കുന്നത്, ഈശ്വരീയത ഇരിക്കുന്നത്. വ്യക്തിയിൽ, സമൂഹത്തിൽ, പ്രകൃതിയിൽ. ഇതിലേതെങ്കിലും ഒന്ന് വിട്ടു കഴിഞ്ഞാൽ അത് യോജിക്കില്ല. ഇവിടെയാണ് കുട്ടമ്പൈദ്യൻ്റെ പ്രാധാന്യം പ്രധാനം. കുട്ടമ്പൈദ്യനെ സംബന്ധിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിത്വം നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ കഴിഞ്ഞു ചേരുന്ന ഒരു വ്യക്തിത്വമാണ്, അത് സമന്വയിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ആ വ്യക്തി യാതൊന്നും കാക്ഷിക്കാതെ ചെയ്യുന്ന പ്രവർത്തനം നമ്മളുടെ മുന്നേ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് നമ്മൾ നോക്കി നിൽക്കുകയുള്ളൂ. അതിങ്ങനെ ആ ചൈതന്യം പോകുന്ന പോലെ തന്നെ കുട്ടവൈദ്യൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. അതിനകത്ത് യാതൊരു പ്രതിഫലേച്ഛയും ഇല്ലാതെ നടത്തിക്കൊണ്ടിരുന്നത്. ഇത്രയും വർഷം അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഒട്ടും തന്നെ പ്രതിഫലേച്ഛയില്ലാതെ കാര്യക്ഷമമായി ചൈതന്യവത്തായി ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി ഈ പ്രദേശത്തേക്കില്ല. അത് കടന്നുപോയി കഴിഞ്ഞപ്പോഴാണ്, അദ്ദേഹം കടന്നുപോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കൂടുതൽ അറിയാൻ, പ്രകടമായി അറിയാൻ കഴിയും. അതുപോലെയാണ് സമൂഹത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ആ സമൂഹമായിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങളും ആ ഇടപെടലുകളും എല്ലാം ആ സമൂഹവും വ്യക്തിയുമായിട്ടുള്ള ഭേദ്യമായ ബന്ധം, അത് മണം അല്ലെ വാസന എന്ന് പറയുന്ന ആ മണം പോലെ ആർക്കും വേണ്ടി പ്രത്യേകിച്ചുള്ളതല്ല.
അതെല്ലാവർക്കും കൊണ്ടുള്ള ആസ്വദിക്കാവുന്നതാണ്. നിലാവ് പോലെയോ സൂര്യപ്രകാശം പോലെയോ എല്ലാവർക്കും ആസ്വദിക്കാവുന്നതാണ്. അതാണ് ആ സമൂഹത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും സംഭാവന. അത് കഴിഞ്ഞാൽ പ്രകൃതി, ഇത് വരുന്നിടത്ത് ഒരു പ്രകൃതി വസന്തമായി തീരും. നമ്മളുടെ തന്നെ മനസ്സ്, നമ്മളുടെ തന്നെ ശരീരം, നമ്മളുടെ തന്നെ ചൈതന്യം ആ മഹത്വവൽക്കരിക്കുന്നതിനുള്ള ഒരു കഴിവ് ഇതിനുണ്ടായിരുന്നു. ഈ 3 കാര്യത്തിൽ കൂടെ നോക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ഉള്ള ഒരു വ്യക്തിയെ നമുക്കിന്ന് ഇല്ല എന്നുള്ളത് പറയുമ്പോൾ വളരെ എന്തോ ഒരു മനസ്സിന് ഏതാണ്ട് നഷ്ടപ്പെട്ട പോലെ, നമ്മുടെ ഉള്ളിൽ നിന്ന് ഏതാണ്ട് നഷ്ടപ്പെട്ട പോലെ, തിരിച്ചെടുക്കാൻ വയ്യാത്ത പോലെ നിൽക്കുന്നെങ്കിലും ആ ചൈതന്യം നമ്മളിൽ നടന്നു നിൽക്കുന്നുണ്ട്. ആ ചൈതന്യം നമ്മളെല്ലാം പ്രകാശവൽക്കരിക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇതിനെ പറ്റി പറയുമ്പോൾ ആർക്കും ഒരു എതിരഭിപ്രായമോ ഒരു സ്വരരസമില്ലാതെ വരുന്ന ഒരവസ്ഥയോ ഒന്നും ഉണ്ടാകാറില്ല. ഇതിനെ പറ്റി പറയുമ്പോൾ അത് ഇതിനെ പറ്റി കേട്ടറിഞ്ഞിട്ടുള്ളവർക്ക് പോലും അതിൻ്റെതായ മഹത്വം മനസ്സിലാക്കാൻ പറ്റും. ഇന്നും ഇതിന് ശേഷം ഈ ഒഴിഞ്ഞ കാലയളവ്, ഈ ഇടവേളയിൽ എന്തൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടമൈതിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു നമ്മുടെ ഹരിപ്പാട്ടെ ജീവിതം എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുട്ടമൈതിനെ ഓർക്കുമ്പോൾ വളരെയധികം ഭക്തിയോടും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റൂ. ഇവിടെ ഓരോ കാര്യങ്ങൾക്കും കുട്ടമൈതിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ആ കുട്ടമൈതിൻ്റെ ആ ആരോഗ്യ പ്രവർത്തനങ്ങൾ അല്ലെ ചികിത്സാ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ആ സമൂഹത്തിന് എല്ലായിടത്തും എത്തിച്ചേരത്തക്ക രീതിയിൽ അത് സ്പിരിച്വാലിറ്റിയിൽ ലയിപ്പിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലൊരു വ്യക്തിത്വം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു പോരായ്മയായിട്ടോ ഒരു വിടവായിട്ടോ നികത്തേണ്ടിയിരിക്കുന്ന ഒരു വിടവായിട്ടോ ആയിരിക്കുക. ഇവിടെ ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇതിനെ പറ്റിയുള്ള ആ സ്മരണ ഒരു ബഹുമാന്യത്തോടു കൂടി ഉയർന്നു വരണം. ഈ വർഷം നമ്മളിത് ആചരിക്കുമ്പോൾ നമ്മൾ ആധ്യാത്മിക പഠന കേന്ദ്രം എന്നൊക്കെ നമ്മൾ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി, നമുക്ക് അതിനോട് നീതി പുലർത്തത്തക്ക പോലെ ഒന്നും ഏർപ്പാട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആധ്യാത്മിക പഠന കേന്ദ്രം ഏത് രീതിയിൽ ഉത്തമവൈദ്യൻ്റെ ഭാവനയനുസരിച്ച് ചെയ്യണമെന്ന് ഇതുവരെ ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ടില്ല. അത് ഉണ്ടാക്കുക എന്നുള്ളത് ഒരാവശ്യമായി എനിക്ക് തോന്നുന്നുണ്ട്. അത് എല്ലാവരും ഇവിടെ ഈ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് സ്വാമിയെ പോലുള്ള മഹത് വ്യക്തികൾക്ക് തരാനുള്ള ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ച് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് ഈ നിമിഷത്തിൽ ഇതിനെ ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ ഹൃദയത്തിൽ കുട്ടമ്പേതിൻ്റെ സ്മരണ സ്നേഹത്തോടുകൂടി അതിൻ്റെ ആളിക്കത്തലോടുകൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.